ഞാനും എൻ്റെ നാട്ടിലുള്ള 5 സുഹൃത്തുക്കളും കുറച്ച് കാലമായി ഈ വയനാട്ടിലൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 2018 ഒക്ടോബർ മാസം രാവിലെ ഒരു 9 മണിയോട് കൂടി എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ട്രിപ്പിനായിട്ട് വേണ്ടി പുറത്തിറങ്ങി. ശേഷം ഞങ്ങൾ വയനാട് ചുരം കയറി വയനാട്ടിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 6:30 ഞങ്ങളിന്ന് താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വീടിൻ്റെ പരിസരത്തേക്ക് ഞങ്ങളെത്തി. ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു സുഹൃത്തിൻ്റെ ബന്ധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടായിരുന്നത്. അത് കുറച്ച് കാലമായിട്ട് പൂട്ടി കിടക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴി എന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ബൈക്കുകളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് നടന്ന് ഒരു 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 ചെറിയൊരു കുന്ന് നടന്ന് കയറി ഇറങ്ങി പുഴയിലേക്ക് പോകുന്ന ഒരു വഴി ക്രോസ് ചെയ്ത് ഒരു വലിയ കുന്നിൻ്റെ പകുതിയോളം കയറിയിട്ടാണ് ആ വീട്ടിലേക്ക് എത്തിയത്. വീട് എന്ന് വെച്ചാൽ ഒരു കോലായി, അതിനകത്തൊരു ഡൈനിങ് റൂം, അതിനോട് വശം ചേർന്ന് 2 ബെഡ്റൂം, പിന്നെ ഒരു കിച്ചൺ. അപ്പോൾ ഈ വീട് നിൽക്കുന്നത് ഈ വലിയ കുന്നിൻ്റെ ഒരു ഓരത്തൊരു സമതലം പോലെ നിൽക്കുന്ന ഒരു പ്രദേശത്താണ്. അതിൻ്റെ ഒരു വശത്ത് പോയി നോക്കിയാൽ നമുക്ക് ഒരുപാട് കുന്നുകളും മലകളൊക്കെ അങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ സമയം സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുന്നിലും മലയിലൊക്കെ ഒറ്റയ്ക്കും തറ്റയ്ക്കും നിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള വെളിച്ചമൊക്കെ നമുക്കിങ്ങനെ ആകാശത്ത് നക്ഷത്രമൊക്കെ തിളങ്ങുന്ന പോലെ ഇങ്ങനെ കാണാം. അപ്പോൾ അത് നല്ല കാഴ്ചയായിരുന്നു കാണാൻ. പിന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്, നല്ല തണുപ്പുമാണ് അവിടെ. ഞങ്ങളൊരു 8 മണി ആയതോടുകൂടി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ അവർ ഫോൺ ചെയ്യാനായിട്ട് പുറത്തു പോയതായിരുന്നു. അപ്പോൾ അവരങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് എവിടെ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ആരോ ഒരു താരാട്ടുപാട്ട് മൂടുന്ന പോലത്തെ ഒരു ശബ്ദം അവർ കേൾക്കുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് 2 പേരും ഈ ശബ്ദം കേട്ടതോടുകൂടി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നു. ശബ്ദം വരുന്നത് അവരുടെ മുൻഭാഗത്ത് നിന്നാണ്. അവരുടെ മുമ്പിൽ ഏകദേശം 50 അടിയോളം താഴ്ന്നൊരു പ്രദേശമാണ്. അതിലൂടെയാണ് നമ്മൾ കുറച്ചു പറഞ്ഞാൽ പുഴയിലേക്ക് പോകുന്ന വഴിയൊക്കെ പോകുന്നത്. അപ്പൊ സമയം രാത്രിയാണ്. അവിടെ മുഴുവൻ ഇരുട്ട് മൂടി കിടക്കുകയാണ്. ആ ഇരുട്ടിന്റെ മറവില് ഏതോ ഒരു സ്ത്രീ, അജ്ഞാതയായിട്ടൊരു സ്ത്രീ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും അവർ ആ ഇരുട്ടിൽ നിന്ന് തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും അവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നു. അതിന്റെ കൂടെ തന്നെ ഒരുതരം ഭയം അവരുടെ ഉള്ളിലേക്ക് നിറയുന്നതായിട്ട് അവരങ്ങനെ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ ഓടി വീടിന്റെ അകത്തേക്ക് കയറുകയും ഞങ്ങളടുത്ത് വന്നിട്ട് ഇവരിങ്ങനെ ഒരു ശബ്ദം കേട്ടു, അവിടെ ആരും നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു അത് അമ്മമാരെ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയാണ്. ഞങ്ങളൊരു തമാശയായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഞങ്ങൾ 6 ആൾക്കാരും ആ ഡൈനിങ് റൂമിൽ നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ചില തമാശകളും അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഒരു ടൂർ വൈബിലാണല്ലോ എല്ലാവരും ഉള്ളത്. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട അതേ ശബ്ദം ഞങ്ങളും കേൾക്കാൻ തുടങ്ങിയത്. അതായത് ഞങ്ങളെ ഇടതുഭാഗത്ത് നിന്ന് ഏതൊരു സ്ത്രീ താരാട്ടുപാട്ട് മൂടുന്ന ശബ്ദം. ഞങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നിർത്തി ഞങ്ങൾ 6 ആൾക്കാർ ഞങ്ങൾ ചെവി കൂർപ്പിച്ച് നിന്നു. ഞങ്ങൾ ആ ശബ്ദം തന്നെ ശ്രദ്ധിച്ചു നിന്നു. ശബ്ദം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ ശബ്ദം വരുന്നുണ്ടെന്ന് മാത്രമല്ല, അത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം നേരം ഞങ്ങൾ ആ ശബ്ദം കേട്ടു. പിന്നെ അത് നിന്നുപോയി. ഞങ്ങൾക്കത് താഴെ ഇറങ്ങി ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ താക്കോല് തരുന്ന സമയം ഇതിൻ്റെ ഉടമസ്ഥ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ ഒരു കാരണവശാലും വീടിൻ്റെ പുറത്തിറങ്ങരുത്, അപകടമാണെന്ന്. കാരണം അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ യാതൊരു കാരണവശാലും വീടിൻ്റെ പുറത്തിറങ്ങരുത്, അതൊരു അപകടമാണെന്ന്. കാരണം വീടിൻ്റെ മുകളിലൊരു കാടുണ്ട്, അവിടെ നിന്ന് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തായാലും ഞങ്ങൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ വീടിൻ്റെ പരിസരത്തൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല, മാത്രമല്ല നമുക്ക് അറിയാത്തൊരു സ്ഥലവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും തൽക്കാലം പുറത്തിറങ്ങി നോക്കുന്നില്ല എന്ന് വിചാരിച്ചു. ശേഷം ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നു. സമയം ഒരു 2 മണി 2:30 ആയി കാണും. ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ഒരാളൊഴികെ. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ പോലത്തെ ഒരു പരിപാടി ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചുള്ളിക്കമ്പൊക്കെ പൊട്ടിക്കുന്നതിനിടയിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളുടെ മുട്ട് മുമ്പോട്ട് മടങ്ങി രാത്രി ആയതോടുകൂടി അവന് ചെറുതായിട്ട് കാലിൽ നീരും അതുപോലെ തന്നെ വേദനയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അവൻ മാത്രം
ഇങ്ങനെ ഉണർന്നിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ ഉറങ്ങുന്നു. എന്നിട്ട് അവൻ ഉണർന്നിരുന്ന് ചുറ്റുള്ള ശബ്ദങ്ങളൊക്കെ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ഈ കുന്നുമുകളിൽ നിന്ന് കുറുക്കന്മാർ ഊരിടുന്ന ശബ്ദം, അതുപോലെ ഈ അടുത്തുള്ള കാടുകളിൽ നിന്ന് ആയിരക്കണക്കിന് ശിബീടുകൾ കരയുന്ന ശബ്ദം, അതുപോലെ ഏതോ ഒരു മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് കാലങ്കോഴി കരയുന്ന ശബ്ദം, ദൂരെ മലനിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന പുഴ ആ കുന്നിനെ വളഞ്ഞ് ഒഴുകുന്ന ശബ്ദം. അപ്പോൾ പെട്ടെന്നാണ് എവിടെ നിന്നൊരു സ്ത്രീ ഉറക്കനെ നിലവിളിക്കുന്ന ശബ്ദം ഇവൻ കേൾക്കുന്നത്. അത് കേട്ടപാടെ ഇവൻ ഞെട്ടി എണീറ്റിരിക്കുന്നു. ശേഷം അവൻ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു ഈ ശബ്ദം ഇനിയും കേൾക്കുന്നുണ്ടോ എന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിച്ചിരുന്നത് ഈ ശബ്ദം ആ ശബ്ദം രണ്ടാമതും കേൾക്കരുതെന്നായിരുന്നു. പക്ഷെ അവൻ്റെ ആ പ്രതീക്ഷേനെ തെറ്റിച്ചുകൊണ്ട് വീണ്ടും മുമ്പ് കേട്ടപ്പോൾ അതേ ഇൻറ്റൻസിറ്റിയിൽ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം അവൻ പിന്നെയും കേട്ടു. അപ്പോൾ അതോടുകൂടി അവൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ കുളിര് വരുന്ന പോലെ അവന് തോന്നി, ഒരു ഭയം അവൻ്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. മൂന്നാമതൊരു തവണ കൂടി ഈ ശബ്ദം കേട്ടാൽ ഞങ്ങൾ വിളിച്ചുണർത്തണം തന്നെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ രാവിലെ വീട് കൂട്ടി ഇറങ്ങാൻ നേരത്താണ് അവൻ ഞങ്ങളോട് ഈ കാര്യം പറയുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും യാത്ര കണ്ടിന്യൂ ചെയ്യണം തന്നെയായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വിചാരിച്ചിരുന്നത് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ ഇതിൻ്റെ പുറകെ പോകണ്ടായിരുന്നു. ശേഷം എല്ലാവരും ബൈക്ക് നിർത്തി ഇട്ടിരുന്ന ഭാഗത്തേക്ക് നടക്കുകയും ബൈക്ക് സ്റ്റാർട്ടാക്കി അവിടുന്ന് ആ സ്ഥലം വിടാൻ നിൽക്കുമ്പോഴാണ് ഈ വീടിൻ്റെ അടുത്തുള്ള എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ഒരു ചേട്ടൻ ആ വഴി നടന്നു പോകുന്നത് ഞങ്ങളെല്ലാവരും കാണുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങനെ ചില ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു, നിങ്ങളിവിടെ അടുത്ത് താമസിക്കുന്ന ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ പരിസരത്ത് ഒരു സ്ത്രീയും കുഞ്ഞും ഉണ്ടായിരുന്നു. അവർ സ്ഥിരമായിട്ട് തുണി അലക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് അടുത്തുള്ള പുഴക്കടവിലേക്ക് പോയിരുന്നത് ഈ പറയുന്ന വഴിയിലൂടെയായിരുന്നു. ഒരു ദിവസം അവർ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മാറിപ്പോയൊരു സമയം ആ കുഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങുകയും ഒരു ചുഴിപ്പെട്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് മറയുകയും ചെയ്തു. ആ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞു മുമ്പിൽ മുങ്ങി മരിക്കുന്നത് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടതായിട്ട് വരുന്നു. ശേഷം അവരുടെ സമനില തെറ്റുകയും പിന്നീടുള്ള രാത്രികളിൽ കുഞ്ഞ് പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അമ്മയെ വിളിച്ച് കരയുന്ന ശബ്ദം അവർക്ക് കേൾക്കാനായിട്ട് തുടങ്ങുകയും ശേഷം വീടിൻ്റെ വാതിൽ തുറന്ന് രാത്രി കാലങ്ങളിൽ ആ വഴിയിലൂടെ അവർ കുഞ്ഞിന് പാടിക്കൊടുത്തിരുന്ന താരാട്ടുപാട്ടും മൂളിക്കൊണ്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു. ചില രാത്രികളിലൊക്കെ അവർ കുഞ്ഞ് മുങ്ങി മരിച്ച കടവിലേക്ക് എത്തുകയും അവിടെ എത്തിക്കഴിഞ്ഞ് ഉറക്കനെ നിലവിളിച്ച് കരയുമായിരുന്നു എന്നും അതുപോലെ ആ നിലവിളി ശബ്ദം അക്കരക്കടവിൽ താമസിക്കുന്നവർ കേൾക്കുകയും അവർ പല രാത്രികളിലും ഞെട്ടി ഉണരുമായിരുന്നു എന്നൊക്കെയാണ് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ആ നിലവിളി ശബ്ദം നിലയ്ക്കുന്നു. അടുത്ത ദിവസം ആ നാട്ടുകാർ അറിയുന്നത് ആ സ്ത്രീ തൻ്റെ കുഞ്ഞ് മുങ്ങി മരിച്ച് അതേ കടവിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. അതിനുശേഷം രാത്രി കാലങ്ങളിൽ ആ വഴിയിൽ ഇരുട്ട് മൂടി കിടക്കുമ്പോൾ ആ വഴിക്ക് സമീപത്ത് നിന്നും ഏതൊരു അജ്ഞാതയായിട്ടുള്ളൊരു സ്ത്രീ സ്ഥിരമായിട്ട് ഒരു താരാട്ടുപാട്ട് മൂടുന്ന ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അർദ്ധരാത്രികളിൽ ഇപ്പോഴും ആ കുഞ്ഞ് മുങ്ങി മരിച്ച ആ കടവിൽ നിന്നും ഒരു സ്ത്രീ ഉറക്കനെ നിലവിളിക്കുന്ന ശബ്ദം ഇപ്പോഴും കേൾക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു. ഈ ചേട്ടൻ പറഞ്ഞതിൽ എത്ര സത്യമുണ്ട് അല്ലെങ്കിൽ എത്ര മിഥ്യയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ 6 ആൾക്കാരും അന്ന് രാത്രി ഒരു സ്ത്രീ താരാട്ടുപാട്ട് മൂടുന്ന ശബ്ദം കേട്ടു എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല ആ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾ 6 ആൾക്കാരെ കൂടാതെ ആ പരിസരത്ത്, അതായത് ആ ഇരുട്ട് മൂടിക്കിടക്കുന്ന വഴിയിൽ 7ാമത് ഒരാളുടെ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. താങ്ക് യു.